ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബംഗ്ലാദേശികളെ വൻതോതിൽ ഇവിടെ കൊണ്ടുവന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് പ്രത്യേകിച്ച് പെരുമ്പാവൂര് പോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് തമ്പടിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ വ്യാജ രേഖകളും നിർമ്മിച്ച് നൽകുന്ന സംഘത്തിന്റെ ഓരോരോ കണ്ണികൾ വീതം ഇപ്പോഴിതാ NIA-യുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും വലയിലായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വ്യാജ ആധാർ കാർഡ് നൽകുന്ന വ്യക്തിയാണ് പിടിയിലായതെങ്കിൽ ഇപ്പോൾ വ്യാജ പാൻ കാർഡുകൾ നിർമ്മിച്ചു നൽകിയ വ്യക്തിയാണ് പിടിയിലായിരിക്കുന്നത്. പെരുമ്പാവൂര് കൊണ്ടുവന്ന് വ്യാജ ആധാർ ഐഡികളൊക്കെ നൽകി വ്യാജ പാസ്പോർട്ട്, വ്യാജ റേഷൻ കാർഡുകൾ ഇതെല്ലാം നൽകിയിട്ട് അവർക്ക് സ്വസ്ഥമായി താമസിക്കാൻ ഒരിടം, യഥേഷ്ടം ജോലി ചെയ്ത് പണമുണ്ടാക്കാൻ ഒരിടം, ഈ പണം ഇവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ 49,000-അപ്പുറത്ത് പണമുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, അത് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പാൻ കാർഡ് വേണമല്ലോ. അതുവരെ ബംഗ്ലാദേശികൾക്ക് നിർമ്മിച്ചു നൽകി അവരെ ചെല്ലും ചെലവും കൊടുത്ത് ഇവിടെ സൂക്ഷിക്കാൻ ഇവർക്ക് എന്തായിരുന്നു ഗുണമുണ്ടായിരുന്നത്? നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു വ്യാജ പാൻ കാർഡ് നിർമ്മിച്ചു നൽകിയാൽ കിട്ടുന്ന 10,000-ഓ 15,000-ഓ രൂപ മാത്രമായിരുന്നില്ല ഇവരുടെ ലക്ഷ്യം. എല്ലാ വ്യാജ രേഖകളും ഒരുമിച്ച് നിർമ്മിച്ചു നൽകിയാൽ ഒരു പാക്കേജ് ആണ് 25,000 രൂപ. ഈ പൈസയ്ക്ക് വേണ്ടി മാത്രമായിരുന്നോ? ഡൽഹിയിൽ നിന്നും, മഹാരാഷ്ട്രയിൽ നിന്നും, ഉത്തരാഖണ്ഡിൽ നിന്നും, ജാർഖണ്ഡിൽ നിന്നും, അതുപോലെ തന്നെ UP, രാജസ്ഥാൻ, പലയിടങ്ങളിൽ നിന്നും വലിയ തോതിൽ ഗ്രൂപ്പായി വന്ന് താമസിക്കുന്ന ബംഗ്ലാദേശികളെ പൊക്കി തുടങ്ങിയതോടുകൂടി കേരളത്തിന്റെ മുക്കിലും മൂലയിലും ആലയൊലികൾ ഉയർന്നു. വൻതോതിൽ ബംഗ്ലാദേശികളെ കാണാതാകുകയും ചെയ്തു. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പല വീടുകളുമായിട്ട് ഒരു വീടെടുത്ത് ഒരു 50 പേര് 100 പേരൊക്കെ ഒരുമിച്ച് താമസിച്ചിരുന്നു. ഒരു രേഖകളും ഇല്ലാതെയാണ് ഇവർക്കൊക്കെ വീട് നൽകിയിരുന്നത്, ചില ബ്രോക്കർമാരുടെ കെയർ ഓഫില്. ഒരു സുപ്രഭാതത്തിൽ, അതായത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പല വീടുകളും ശൂന്യമായി. പെരുമ്പാവൂർ, ആലുവ, അങ്കമാലി, കളമശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്നും ഇവർ അപ്രത്യക്ഷരായിരിക്കുന്നു. കാരണം ഇവിടെ ഒരുപാട് ആളുകൾ അനധികൃതമായി താമസിക്കുന്നുണ്ട് എന്ന പരിസരവാസികളുടെ പരാതിയെ പരിഗണിച്ചിട്ടാണ് പോലീസ് ഇവിടെ വലവിരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഇവരെ കാണാതായത്. കാരണം ഇവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇപ്പോ 50 പേരൊക്കെയാണ് ഒരു വീട് കേന്ദ്രീകരിച്ച് താമസിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഹൗസ് ഓണർക്ക് കൊടുത്തിരിക്കുന്നത് 25,000 രൂപയായിരിക്കും അഡ്വാൻസ്. ആളൊന്നിന് 500 രൂപ വീതം ഇട്ടാലും മതിയല്ലോ. ഇനി 50,000 രൂപയാണെങ്കിൽ പോലും ആളൊന്നിന് 1000 രൂപ. ഹൗസ് ഓണർക്ക് കൃത്യമായ രൂപത്തിൽ വാടക കിട്ടുന്നുണ്ട്, അഡ്വാൻസ് കിട്ടുന്നുണ്ട്, ഹൗസ് മെയിൻ്റനൻസ് ഒന്നും തന്നെയില്ല. കാരണം ഇവര് ബംഗ്ലാദേശികളാണ്. എന്ത് മെയിൻ്റനൻസ് ഉണ്ടെങ്കിലും കൂലിപ്പണിക്ക് പോകുന്ന ഇവരങ്ങ് ചെയ്തോളും. ഒരു രേഖയുമില്ലാതെ താമസിപ്പിച്ച പല ഹൗസ് ഓണർമാരും കുടുങ്ങാനിരിക്കുമ്പോൾ ആ വീടുകളൊക്കെ അപ്രത്യക്ഷമായിരിക്കും. നമുക്കറിയാം, അഷ്ഫാഖ് ആലുവയിലായിരുന്നു. അങ്കമാലിക്കടുത്ത് ചാന്ദിനി എന്ന 5 വയസ്സുകാരിയെ കൊണ്ടുപോയി ക്രൂരമായ രൂപത്തിൽ ബലാത്കാരത്തിന് ഇരയാക്കി കൊന്ന് ചാക്കിനകത്താക്കിയ സംഭവം നമ്മൾ കണ്ടതാണ്. ഏതെല്ലാം രൂപത്തിലുള്ള വാർത്തകളാണ് ദിനേന പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാൻ കാർഡ് വ്യാജമായി നിർമ്മിച്ചു നൽകുന്ന വ്യക്തി കൂടി പിടിയിലായപ്പോഴാണ് ഇത് എത്രമാത്രം ഗൗരവമാണ് കേരളത്തിൽ എന്ന് NIA സംഘങ്ങൾ പോലും തിരിച്ചറിയുന്നത്. പെരുമ്പാവൂരിൽ ഒരു ബംഗ്ലാദേശി കൂടി പിടിയിൽ. ബംഗ്ലാദേശ് കുഷ്ടിയ ജില്ലാ സ്വദേശി ആമീനാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം പിടിയിലായ ബംഗ്ലാദേശി യുവതി തസ്ലീമയ്ക്ക് വ്യാജ പാൻ കാർഡ് നിർമ്മിച്ചു നൽകാൻ സഹായിച്ച ആളാണ് ഇയാൾ. വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകിയ ബംഗ്ലാദേശ് സ്വദേശി ലിറ്റൻ എന്നതിന് പിടിയിലായിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കണ്ണാൻ. ജിജീഷ്, ഈ വ്യാജ രേഖകൾ നിർമ്മിച്ചു നൽകിയ ആൾ നേരത്തെ പിടിയിലായി, ഇപ്പോൾ വ്യാജ പാൻ കാർഡ് നിർമ്മിച്ചു നൽകുന്ന ആളെയും പിടിയിലായിരിക്കുന്നു. പക്ഷേ ഇവരൊക്കെയാകും ഈ കടന്നുകയറ്റത്തിലെ സുപ്രധാന കണ്ണികൾ, അല്ലെ? തീർച്ചയായും ഷാജയ്, ഇവരെല്ലാവരും തന്നെയാണ് പ്രധാനമായും. അതായത് ഇത്തരത്തിൽ നുഴഞ്ഞു കയറി എത്തുക മാത്രമല്ല, മറ്റ് ആളുകൾക്ക് വേണ്ടി വ്യാജരേഖകൾ, പാൻ കാർഡുകൾ അടക്കം സംഘടിപ്പിച്ച് നൽകുകയും ചെയ്യുന്നത് ഇതേ ആളുകൾ തന്നെയാണ്. അങ്ങനെയാണ് ഏറ്റവും ആദ്യം. അതായത് ഒരാൾക്ക് എങ്ങനെയാണോ ഈ വ്യാജരേഖകൾ നിർമ്മിച്ചു കിട്ടുന്നത്, അയാള് തന്നെ മറ്റൊരാളെ കൂടി കൊണ്ടുവന്ന് മുട്ടിക്കുവാണ്. ഇങ്ങനെ ഒരാളിൽ നിന്നും 9 പേരിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് നല്ല രൂപത്തിൽ പണം കിട്ടുന്നുണ്ട്. അയാളും ഈ ജോലി മോക്ഷത്തിന് വേണ്ടി ചെയ്യുന്നതല്ലല്ലോ.
പിടിയിലാകുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ 9 ബംഗ്ലാദേശികളാണ് ഇതുവരെ പിടിയിലായിട്ടുള്ളത്. ഇവർ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെരുമ്പാവൂർ, ആലുവ, അങ്കമാലി, തൃപ്പൂണിത്തുറ ഭാഗങ്ങളിൽ നിന്നാണ് ഇവരെല്ലാവരും തന്നെ പിടിയിലായിട്ടുള്ളത്. ആദ്യം ബംഗ്ലാദേശി യുവതിയായ തസ്ലീമ പിടിയിലായി. തസ്ലീമയെ വിശദമായി ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് പിന്നീട് മറ്റ് ആളുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചത്. തന്നെ ഇവിടെ കൊണ്ടുവന്ന ആളുകൾ ചില ഏജന്റുമാർ, മാത്രമല്ല വ്യാജരേഖകൾ സൃഷ്ടിക്കാൻ വേണ്ടി സഹായിച്ച ആളുകൾ എന്നിവരിലെല്ലാം തന്നെ അന്വേഷണം എത്തി. അങ്ങനെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സ്വദേശിയായ ആമീൻ കൂടി പിടിയിലായിരിക്കുന്നത്. ഇയാളാണ് പാൻ കാർഡ് വ്യാജമായി നിർമ്മിച്ചു നൽകാൻ വേണ്ടി സഹായിച്ചത്. നേരത്തെ ഇയാളെ പിടികൂടിയത് പെരുമ്പാവൂരിലെ ബായി കോളനിയിൽ നിന്നാണ് പിടികൂടിയുള്ളത്. തസ്ലീമയ്ക്ക് പാൻ കാർഡ് വ്യാജരേഖകൾ നിർമ്മിച്ചു നൽകിയ മറ്റൊരാൾ നേരത്തെ പിടിയിലായിരുന്നു. അത് ലിറ്റൻ എന്നയാളായിരുന്നു എടത്തലയിൽ നിന്ന് പിടിയിലായത്. ലിറ്റനെ തസ്ലീമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ആമീനാണ് എന്നതിന്റെ വിവരങ്ങൾ കൂടി ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ചിരുന്നു. ആമീനെയും പെരുമ്പാവൂർ ബായി കോളനിയിൽ നിന്ന് തന്നെയായിരുന്നു നേരത്തെ മറ്റ് ആളുകളെയും പിടികൂടിയത്. മാത്രമല്ല ഈ അന്വേഷണം ബംഗ്ലാദേശികളെ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്ന് വ്യക്തമായതോടെ പല ആളുകളും ഒളിസങ്കേതങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. എല്ലാവരും പശ്ചിമ ബംഗാളിൽ എത്തുന്നു. കൊൽക്കത്തയിലെ ഏജന്റുമാരുടെ സഹായത്തോടെ ഇവിടെ കേരളത്തിലെ ഏജന്റുമാരിലേക്ക് അവർ എത്തിയ ആളുകൾ തന്നെയാണ്. മാത്രമല്ല വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളും ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പോലീസ് കാര്യമായ പരിശോധനകളൊന്നും നടത്താത്ത പശ്ചാത്തലത്തിലായിരുന്നു ബംഗ്ലാദേശികളുടെ എണ്ണം വർദ്ധിച്ചു വന്നത്. നിലവിൽ ബംഗാളി കോളനികളൊപ്പം തന്നെ ഒറീസക്കാർ താമസിക്കുന്ന കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസ് ശക്തമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഈ പരിശോധനയ്ക്കിടയിലാണ് കൂടുതൽ ആളുകൾ ഇപ്പോൾ പിടിയിലാകുന്നത്. ശരി, ബംഗ്ലാദേശിൽ ഒരു ബംഗ്ലാദേശ് കൂടി പെരുമ്പാവൂർ പിടിയിലായിരിക്കുന്നു. ഇയാൾ വ്യാജ പാൻ കാർഡ് നിർമ്മിക്കാൻ സഹായിച്ച ആളാണ്. സ്വാഭാവികമായും നിരവധി വ്യാജരേഖകളുടെ പിന്നിൽ ഇയാൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പെരുമ്പാവൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇന്നും ഇന്നലെയും ഒന്നുമല്ല, ബംഗ്ലാദേശികൾക്ക് തിങ്ങിപ്പാർക്കാൻ അവരുടെ ഒരു മിനി ഗൾഫ്. അതുപോലെ പണം വാരി കൂട്ടാനും തൊഴിലില്ലാത്ത ദിവസങ്ങളില്ല. അവർക്ക് ഒരു രൂപത്തിലും ബുദ്ധിമുട്ടുകളില്ലാതെ ഒരു പക്ഷേ ഇവരുടെ രാജ്യത്ത് ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് താൽക്കാലികമായി സേഫായ ഒരു ഇടം തേടി അലയുമ്പോഴാണ് ഇവർ കേരളത്തിൽ എത്തപ്പെടുന്നത്. ഇന്ന് പെരുമ്പാവൂർ എന്ന് കേട്ടാൽ തന്നെ ബംഗ്ലാദേശികളുടെ ഗൾഫ് എന്നറിയപ്പെടുന്ന നാടായി മാറിക്കഴിഞ്ഞു. കേരളം മുഴുവനും ഭയപ്പാടോടുകൂടി നോക്കാൻ തുടങ്ങിയിരിക്കുന്നു പെരുമ്പാവൂരിനെ. പെരുമ്പാവൂർ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വേദനയാകുന്ന പ്രദേശമാവുകയാണ്. കാരണം കേരളത്തിലെ ഭീകരവാദത്തിന് വേരോട്ടമുള്ള പ്രദേശമായി പെരുമ്പാവൂർ മാറുകയാണ് എന്നാണ് ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത്. അൽഖയ്ദ സജീവ പ്രവർത്തകർ മുൻകാലങ്ങളിലും പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടപ്പെട്ടിട്ടുണ്ട്. നിരോധിത സംഘടനയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡറായിരുന്ന തടിയന്റെ നസീർ ഉൾപ്പെടെയുള്ള ഭീകരരുടെ പ്രവർത്തന കേന്ദ്രമായിരുന്നു പെരുമ്പാവൂർ. കഴിഞ്ഞ 10 വർഷത്തിലധികമായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നതായി നാട്ടുകാർ വെളിപ്പെടുത്തുന്നു. റോയൽ ബേക്കർ ഇവിടെ നിന്ന് 2 ഭീകരന്മാരെ വർഷങ്ങൾക്ക് മുമ്പ് പിടികൂടിയിട്ടുണ്ട്. നമുക്കറിയാം കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ്, അവിടെ അതിന്റെ പ്രതികളെ പിടികൂടിയത് പെരുമ്പാവൂരിൽ നിന്ന് തന്നെയാണ്. കൊടും ഭീകരനായ തടിയന്റെ മാത്രമല്ല ഈ പോപ്പുലർ ഫ്രണ്ടിന് വേരോട്ടമുള്ള മണ്ണാണ്. ശരിയാണ്, അവര് തന്നെയാണ് എല്ലാ തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മറ്റുള്ളവർക്ക് തന്റെ ഇടം നൽകുന്നതും ആത്മവിശ്വാസം നൽകുന്നതും സഹായം നൽകുന്നതും. ശരിയാണ്, പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് അന്വേഷണ ഏജൻസികളുണ്ട്. ഇത്തരക്കാരെ തളയ്ക്കാൻ കഴിയണമല്ലോ. ഒരു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ടോ, ഇവരുടെ സംഘടന ബാൻ ചെയ്തു, ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു, ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരീക്ഷണ വിധേയമാക്കി, ഇവരുടെ വൻകിട നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തീഹാർ ജയിലിൽ അടച്ചു, ഇതൊന്നും ഇവർക്ക് ഏറ്റിട്ടില്ല, ഒത്തില്ല എന്ന് പറയുന്നത് പോലെ. കാരണം ഇവർ ഒരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ എന്ത് വില കൊടുത്തും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ അതിന്റെ ഇടയ്ക്ക് വരുന്ന ഏത് പ്രതിബന്ധങ്ങളെയും ഇല്ലാതെയാക്കത്തക്ക രൂപത്തിലുള്ള മനോവീര്യം നേടിയിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് അവിടെ ഇത്രയധികം ബംഗ്ലാദേശികളും അഫ്ഗാനികളും വന്നുകൂടുന്നത്. ഇതേപോലെ തന്നെയാണ് ഈരാറ്റുപേട്ടയും മറ്റൊരു പെരുമ്പാവൂരായി മാറുകയാണ്. നമ്മളെ ഭയപ്പെടുത്തുന്ന, കേരളത്തെ മുഴുവനും കണ്ണീരിൽ ആഴ്ത്തുന്ന ഒരുപാട് കഥകൾ ഇനിയും ഈരാറ്റുപേട്ടയിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടാലും ശരി, കേരളം ഇതിനകത്ത് മൈൻഡ് ചെയ്യില്ല. കാരണം കേരളത്തിന് അറിയാം ഇവരെ ആരാണ് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നത്, ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകുന്നത് ആരാണ്. ഇതിനെതിരെ പ്രതികരിച്ചാൽ, ഇതിനെ വിമർശിച്ചാൽ നമുക്ക് നാളെ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, സമൂഹത്തിലെ ഭ്രഷ്ട്, ഇതൊക്കെ അറിയുന്നത് കൊണ്ടാണ് പലരും മൗനികളായിരിക്കുന്നത്. നന്ദി.